ഇന്നത്തെ നമ്മുടെ റെസിപ്പി ചിക്കൻ ക്രോയിസൻ്റ് ആണ്. നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോവല്ലേ. ഇനി നമുക്ക് ആദ്യം ഒരു സോസ് റെഡിയാക്കാനുണ്ട്. അതിനായിട്ട് ഒരു പാനിനകത്തേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർക്കുന്നുണ്ട്. വെളിച്ചെണ്ണയല്ല, സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതിനകത്തേക്ക് മൈദ ചേർത്ത് കൊടുക്കാനുണ്ട്. 1 ടേബിൾ സ്പൂണോളം മൈദ ചേർത്തിട്ടുണ്ട്. ഈ സമയം ചെറിയ തീയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. എന്നിട്ട് കൈയെടുക്കാണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്ക് ഈ മൈദയുടെയൊക്കെ പച്ചമണം മാറുന്നവരെ വഴറ്റിയിട്ട് വേണം എടുക്കാനായിട്ട്. തീ കൂട്ടി വെച്ചാൽ പെട്ടെന്ന് അങ്ങ് മൈദയൊക്കെ കരിഞ്ഞു പോവും. അപ്പോൾ നമ്മുടെ വൈറ്റ് സോസിൻ്റെ ടേസ്റ്റൊക്കെ മാറിപ്പോവും. അതുകൊണ്ട് ചെറിയ തീയിൽ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. മൈദയുടെ പച്ചമണമൊക്കെ മാറിക്കഴിഞ്ഞാൽ ഇതിനകത്തേക്ക് പാല് ചേർത്ത് കൊടുക്കാം. 1 കപ്പ് പാല് മുഴുവനായിട്ട് ഞാൻ എടുത്തിട്ടില്ല. എന്നാൽ 3/4 കപ്പ് പാലിനേക്കാളും കുറച്ച് കൂടുതലുണ്ട് താനും. നമ്മുടെ ക്രോയിസൻറ്റിന് വേണ്ടിയിട്ട് ഇത്രയും വൈറ്റ് സോസിൻ്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് വേറൊരു റെസിപ്പിയും കൂടെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് വൈറ്റ് സോസ് കുറച്ച് കൂടുതൽ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതിനകത്തേക്ക് ശകലം ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ സമയം തീ കുറച്ച് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇല്ല എങ്കിൽ പെട്ടെന്ന് അങ്ങ് കട്ട പിടിക്കും. മൈദയൊന്നും നല്ലതുപോലെ കുക്കായി കിട്ടത്തില്ല. ഇനി ഇതിനകത്തേക്ക് ചില്ലി ഫ്ലേക്സ് ആണ് ചേർക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അടുത്തതായിട്ട് ഒറിഗാനോ ചേർക്കുന്നുണ്ട്. ഈ ഒറിഗാനോ ചേർത്താൽ ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഒറിഗാനോ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം, ഇല്ല എങ്കിൽ സ്കിപ്പ് ചെയ്യുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് തിക്കാകുന്നവരെ കുക്ക് ചെയ്യണം. എന്നാൽ ഒത്തിരി അങ്ങ് കട്ട പിടിക്കുന്നവരെ ഒന്നും കുക്ക് ചെയ്യണ്ട. ചെറിയ രീതിയിലൊന്ന് തിക്കാകുന്നവരെ കുക്ക് ചെയ്യുക. ഈ ഒരു പരുവായാൽ നമുക്ക് തീ ഓഫാക്കിയിട്ട് മാറ്റി വെക്കാം. ഇത് ചൂടൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് നല്ല കറക്റ്റായിട്ടുള്ള പരുവത്തിലായിട്ട് കിട്ടും. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാനുണ്ട്. പാനിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് ചേർത്തിട്ടുള്ളത്. ഇതിനകത്തേക്ക് 5-6 അല്ലി വെളുത്തുള്ളി പൊടിയായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ നല്ലൊരു സ്മെല്ല് വരുന്നവരെ വഴറ്റിയെടുക്കാം. ഉടനെ തന്നെ നമുക്ക് ഇതിനകത്തേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചിക്കൻ്റെ ബ്രസ്റ്റ് പീസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടാണ് ചേർത്തിട്ടുള്ളത്. ഇനി വെളുത്തുള്ളിക്കകത്ത് ചിക്കൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതായത് ചിക്കൻ്റെ വൈറ്റ് കളറ് വരുന്നവരെ, ഇത് കണ്ടോ, ഈ ഒരു കളറാകുന്നവരെ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം വേണം ഇതിനകത്തേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാനിവിടെ കൂടുതലായിട്ട് കാശ്മീരി മുളക് പൊടി ചേർക്കുന്നുണ്ട്. ശകലം മഞ്ഞൾപ്പൊടി, അതുപോലെ ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ഇനി എരിവുള്ള മുളക് പൊടി ശകലം ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത്. തീ കുറച്ച് വെക്കേണ്ട ആവശ്യമില്ല. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചിക്കനിൽ ഒരുപാട് അങ്ങ് വെള്ളം ഇറങ്ങി വരും. നല്ലപോലെ തീ കൂട്ടി വെച്ചിട്ട് മിക്സ് ചെയ്യുക. ഇനി ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം വിനീഗർ ചേർക്കുന്നുണ്ട്. വിനീഗർ ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം ഇതിനകത്തേക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കാം. എല്ലാം ശകലം മാത്രമേ ചേർക്കുന്നുള്ളൂ. പൊടിയായി കട്ട് ചെയ്തുകൊണ്ട് ക്യാപ്സിക്കം ചേർത്തിട്ടുണ്ട്. ക്യാപ്സിക്കം ചേർത്താൽ ഒരുപാട് സമയമൊന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി ഇതിനകത്തേക്ക് സോയാ സോസാണ് ചേർക്കുന്നത്. സോസൊക്കെ ചേർക്കുമ്പോൾ കുറേശ്ശെ ചേർത്താൽ മതി. ഒത്തിരി അങ്ങ് ചേർത്താൽ അതിൻ്റെ ഫ്ലേവറായിരിക്കും മുന്നിട്ട് നിൽക്കുന്നത്. ഇനി ഇതിനകത്തേക്ക് ചില്ലി സോസ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. തീ കൂട്ടി തന്നെയാണ് വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കാം. വൈറ്റ് സോസ് നമുക്ക് കുറേശ്ശെ വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ കുറേശ്ശെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ചിക്കനകത്ത് നല്ലതുപോലെ ഒരു ക്രീമി പരുവാകുന്നവരെ നമുക്ക് വൈറ്റ് സോസ് ചേർത്ത് കൊടുക്കണം. നമ്മൾ ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് നമുക്കിതിനകത്തേക്ക് ശകലം വൈറ്റ് സോസൊക്കെ മതി. ഇത്രയും മതി. ഇത് നമുക്ക് നല്ല ക്രീമി പരുവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫാക്കിയിട്ട് നമ്മുടെ ഈ ഫില്ലിങ് സ്റ്റൗ ഒന്ന് മാറ്റി വെക്കാം. ബാക്കിയുള്ള വൈറ്റ് സോസ് എനിക്ക് വേറൊരു റെസിപ്പി ഉണ്ടാക്കാനായിട്ട് ആവശ്യമുണ്ട്. ഇനി ഞാൻ തീ ഓഫാക്കിയിട്ട് ചിക്കൻ്റെ ഫില്ലിങ് മാറ്റി വെക്കുന്നുണ്ട്. ഉപ്പിൻ്റെ ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ഈ സമയം ശകലം ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്രോയിസൻറ്റിന് വേണ്ടിയിട്ട് മാവ് റെഡിയാക്കണം. ഒരു ബൗളിനകത്തേക്ക് 1.5 കപ്പ് മൈദ ചേർക്കുന്നുണ്ട്. ചെറിയൊരു ക്വാണ്ടിറ്റിയാണ് കാണിക്കുന്നത്, അതുകൊണ്ട് 1.5 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ചേർക്കുന്നുണ്ട്. 1.5 ടീസ്പൂണോളം പഞ്ചസാരയും ചേർത്തിട്ടുണ്ട്. 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം ഇതിനകത്തേക്ക് 1 ടീസ്പൂണോളം സൺഫ്ലവർ ഓയിൽ ചേർക്കുന്നുണ്ട്. ഇനി ഓയിൽ ചേർത്തിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് ചെറിയ ചൂടുള്ള പാലാണ് ചേർക്കുന്നത്.
ഈ പാല് ചേർത്തിട്ടാണ് ഞാനിത് നല്ലതുപോലെ കുഴച്ചെടുക്കുന്നത്. ഇതിന് പകരം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ചേർത്തിട്ട് കുഴച്ചിട്ടെടുക്കാം. ആദ്യം ഒരു സ്പൂൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് കൈ വെച്ചിട്ട് നല്ലതുപോലെ വേണം കുഴച്ചെടുക്കാനായിട്ട്. നിങ്ങളെടുക്കുന്ന മൈദക്കനുസരിച്ചിട്ട് പാലോ വെള്ളം എന്താ ചേർക്കുന്നതെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് കുഴച്ചിട്ടെടുക്കണം. നിങ്ങൾ പാലായാലും വെള്ളമായാലും ചെറിയ ചൂടോട് കൂടിയിട്ട് വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. ഞാൻ കൈ വെച്ചിട്ട് നല്ലതുപോലെ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാവായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ മുകളിൽ ശകലം ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് അരമണിക്കൂറോളം നമുക്ക് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ മാവ് ഇതേ കണ്ടോ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വീണ്ടും ഒന്നും കൂടെ കുഴച്ചിട്ട് വേണം എടുക്കാനായിട്ട്. ഇതുപോലെ കൗണ്ടർ ടോപ്പിലേക്ക് മാറ്റിയിട്ട് നല്ലതുപോലെ കൈവച്ച് കുഴച്ചതിന് ശേഷം നമുക്കിത് രണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. ശകലം പൊടി ചേർത്തിട്ട് പരത്തിയെടുക്കാം. എന്നാൽ ഒത്തിരി അങ്ങ് പൊടി ചേർക്കണ്ട. ശകലം പൊടി ചേർത്തിട്ട് നല്ല വലുതാക്കിയിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഇതുപോലെ പരത്തിയെടുക്കാം. എന്നിട്ട് ഞാനീ കട്ട് ചെയ്യുന്ന പോലെ കട്ട് ചെയ്യുക. ഞാനീ കട്ട് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെയാണ് എന്നുള്ളത്. തിരിച്ചും മറിച്ചും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആക്കിയിട്ട് കട്ട് ചെയ്യുക. ഈ ഒരു ഷേപ്പിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇത് കണ്ടോ, ഇതുപോലെ വേണം നമുക്ക് കട്ട് ചെയ്യാനായിട്ട്. ഒത്തിരി അങ്ങ് കട്ടി കുറച്ചിട്ടൊന്നും പരത്തിയെടുക്കരുത് കേട്ടോ. ചെറുതായിട്ടൊന്ന് കട്ടിയിൽ തന്നെ പരത്തിയെടുക്കാം. എന്നിട്ട് അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് ഇതിനകത്തേക്ക് നമുക്ക് ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതുപോലെ അങ്ങ് ഫോൾഡ് ചെയ്യുക. സിമ്പിളായിട്ട് തന്നെ എല്ലാവർക്കും ഫോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. ഇനി നമ്മൾ ബേക്ക് ചെയ്യുന്ന ട്രേയിൽ ഞാൻ ഓയിൽ സ്പ്രെഡ് ചെയ്ത് ബട്ടർ പേപ്പറൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് നമ്മൾ ക്രോയിസൻ്റ് വെച്ച് കൊടുക്കാം. എന്നിട്ട് ചെറുതായിട്ട് ഇങ്ങനെ ഒന്ന് രണ്ട് സൈഡും താഴോട്ടാക്കി കൊടുക്കാം. നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇത് വീണ്ടും ഒന്നും കൂടെ ഇങ്ങനെ ചെറുതായി വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് റോളർ വെച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കാം. എന്നിട്ട് ശകലം ഫില്ലിങ് വെച്ച് കൊടുത്താൽ മതി കേട്ടോ. അതിനുശേഷം ഇതുപോലെ അങ്ങ് റോൾ ചെയ്യാം. താഴ്ഭാഗത്ത് നമ്മൾ ഇങ്ങനെ അങ്ങ് പ്രസ് ചെയ്യുമ്പോൾ ഒട്ടി നിന്നോളും. മാവ് വെച്ചിട്ട് ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മളിതുപോലെ ഓരോ പീസ് എടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് റോളർ വെച്ചിട്ട് ഒന്ന് റോൾ ചെയ്യുന്നത് നല്ലതാണ്. നല്ല ഭംഗിയുള്ള ഒരു ഷേപ്പാണിത്. അതുപോലെ നമുക്ക് എല്ലാവർക്കും സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇതേ മെത്തേഡിൽ തന്നെ നമുക്ക് സ്റ്റൗ ടോപ്പിൽ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഞാനിത് ഓവനിലാണ് ബേക്ക് ചെയ്യുന്നത്. നിങ്ങൾ ഓവനില്ല എന്ന് കരുതിയിട്ട് ഇത് ഉണ്ടാക്കാണ്ടിരിക്കണ്ട. നമുക്കിത് സ്റ്റൗ ടോപ്പിലും ബേക്ക് ചെയ്യാവുന്നതാണ്. അങ്ങനെ ഞാൻ എല്ലാം ഫില്ലിങ്ങൊക്കെ വെച്ച് റെഡിയാക്കി ട്രേയിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. ഞാനിതിൻ്റെ മുകളിൽ ഒരു ബട്ടർ പേപ്പർ വെച്ച് കൊടുക്കുന്നുണ്ട്. അരമണിക്കൂർ ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോഴത്തേക്ക് നമുക്കിത് വീണ്ടും ഒന്നും കൂടെ പൊങ്ങി വരും. അതിന് ശേഷമാണ് നമ്മളിതിൻ്റെ മുകളിൽ മുട്ടയൊക്കെ സ്പ്രെഡ് ചെയ്തിട്ട് ബേക്ക് ചെയ്യുന്നത്. അരമണിക്കൂറിന് ശേഷം നമുക്കിത് എടുക്കാം. അങ്ങനെ അരമണിക്കൂറിന് ശേഷം നമ്മുടെ ക്രോയിസൻ്റ് വീണ്ടും നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ മുട്ട ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ മാത്രമേ എടുത്തിട്ടുള്ളൂ. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ എല്ലായിടത്തും നല്ലതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഈ മുട്ടയിൽ വേണമെന്നുണ്ടെങ്കിൽ ശകലം പാലൊക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങനെ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ദേ നമ്മുടെ ക്രോയിസൻ്റ് നല്ലതുപോലെ ബേക്കായി കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നമുക്കിത് ചൂടാണ്. ചൂടൊക്കെ പോയതിന് ശേഷം മാത്രം എടുക്കുക. ചൂടൊക്കെ പോകാൻ വേണ്ടിയിട്ട് അതുപോലെ നല്ല സോഫ്റ്റായിട്ടുള്ള ക്രോയിസൻ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിത് വീണ്ടും ഒന്നും കൂടെ കവർ ചെയ്യണം. നല്ലതുപോലെ ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് ബട്ടർ പേപ്പറിൽ നിന്ന് ഇങ്ങനെ റിമൂവ് ചെയ്യാവുന്നതാണ്. ചൂടോട് കൂടിയിട്ട് നിങ്ങളിത് എടുക്കുകയാണെങ്കിൽ ഈ ബട്ടർ പേപ്പറൊക്കെ പൊട്ടിപ്പോവും. അതുകൊണ്ട് ചൂട് നല്ലതുപോലെ പോയതിന് ശേഷം ഇതുപോലെ പെട്ടെന്ന് തന്നെ ഇളക്കിയെടുക്കാം. നല്ല ഭംഗിയുള്ള ക്രോയിസൻ്റാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചൂടൊക്കെ പോയതിന് ശേഷം കഴിക്കാനാണ് ടേസ്റ്റ് ഉള്ളത്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് നമ്മൾ ചിക്കൻ്റെ ഫില്ലിംഗ് ആണ് വെച്ചിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് വേറെ ഫില്ലിംഗ് ഒക്കെ വേണമെങ്കിൽ വെച്ച് കൊടുക്കാം. ചോക്ലേറ്റ് വെച്ച് കൊടുക്കാം. അതൊന്നും ഇല്ല എങ്കിലും ഇതുപോലെ നമ്മൾ ബ്രെഡ് മാത്രം ആക്കിയിട്ട് ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. ചൂടൊക്കെ പോയതിന് ശേഷം നമുക്കിത് ഓരോന്നും ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും. ചൂട് പോയതിന് ശേഷം മാത്രം എടുക്കുക. ചൂടോട് കൂടിയിട്ട് ഇളക്കിയെടുക്കാനായിട്ട് പാടാണ്. നല്ല ഭംഗിയുള്ള ക്രോയിസൻ്റ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിച്ചേക്കുക. നിങ്ങളിതുപോലെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.
നമ്മുടെ വീട്ടിലെ പിള്ളേർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. ഇതുപോലെയുള്ള റെസിപ്പിയുമായിട്ട് അടുത്തൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും വരാം.